കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ തേടി ആ വാർത്ത വന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആഘോഷത്തിലാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ ബൂത്ത് കമ്മിറ്റികളും സജീവമാക്കുന്നതിന്റെ തിരക്കിലാണ് UDF നേതാക്കൾ. രാത്രി വൈകിയും പലയിടങ്ങളിലും ബൂത്ത് കമ്മിറ്റി രൂപീകരണ യോഗങ്ങൾ നടന്നു. 3 ദിവസത്തിനുള്ളിൽ വീട് കയറിയിറങ്ങിയുള്ള ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും ജയിച്ചാൽ ഏത് സീറ്റാകും നിലനിർത്തുക എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ലാതെ ടി സിദ്ദിഖ് ഒഴിഞ്ഞുമാറി. ഒരു ചാനൽ ചർച്ചയിലാണ് ടി സിദ്ദിഖിന് നേരെ ഈ ചോദ്യം ഉയർന്നത്. രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമെന്ന് ഉറപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി വയനാടിന്റെ വികസനത്തെക്കുറിച്ചാണ് ടി സിദ്ദിഖ് വിശദീകരിച്ചത്. വയനാട്ടിലെ ഹരിജനങ്ങളുടെയും ഗിരിജനങ്ങളുടെയും പ്രശ്നങ്ങളും യാത്രാക്ലേശവും വികസനമില്ലായ്മയുമെല്ലാം രാഹുൽ വരുന്നതോടെ മാറും. വയനാടിന്റെ വികസനത്തിന്റെ ഗേറ്റ്വേ ആണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം, ടി സിദ്ദിഖ് പറഞ്ഞു. വയനാട് രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ പാവപ്പെട്ടവരുടെ മണ്ണായ വയനാട് രാഹുൽ ഗാന്ധി നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹമെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിൽ നിന്ന് ഒരൊറ്റ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പാർലമെന്റിൽ എത്തില്ലെന്ന് ഉറപ്പായെന്ന് ടി സിദ്ദിഖ് വ്യക്തമാക്കി. അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റു കാണണമെന്നാണ് CPM പ്രവർത്തകരുടെ മനസ്സ്. BJPയുടെ മനസ്സിലേക്ക് CPM എത്തിയിരിക്കുന്നുവെന്ന് ടി സിദ്ദിഖ് വ്യക്തമാക്കി. ഒരേ നുഖത്തിൽ കെട്ടിയ പോലെയാണ് BJPയും CPMഉം യാത്ര ചെയ്യുന്നത്. അമേഠിയിൽ ഇത്തവണ SP BSP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല. അവർ കാണിച്ച ആ സാമാന്യ മര്യാദ ഇടതുപക്ഷവും കേരളത്തിൽ കാണിക്കേണ്ടതായിരുന്നു. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്യേണ്ടതെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇടതുപക്ഷത്തിനും BJPക്കുമെതിരെ UDF നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണിതെന്നും കേരളത്തിൽ 20 സീറ്റും UDF നേടുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ആ പ്രഖ്യാപനം വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AK ആന്റണിയാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ വയനാട്ടിൽ നിന്നും ടി സിദ്ദിഖ് മത്സരിക്കുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി വരുമെന്ന സൂചന വന്നതോടെ സിദ്ദിഖ് പിന്മാറുകയും ചെയ്തു. രാജ്യത്തിന് പ്രധാനമന്ത്രിയെ കൊടുക്കാൻ കേരളത്തിന് ലഭിക്കുന്ന സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാടിന് ഉറപ്പാകുന്നത്. ഇതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ അലയലുകൾ ഉണ്ടാകും. പല സംസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ആവശ്യവുമായി രംഗത്തെത്തി. എന്നാൽ ഭാഗ്യം കിട്ടിയത് കേരളത്തിലെ വയനാട് പാർലമെന്റിനാണെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് UDF നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. ബൂത്ത് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ നിന്നും കേരള കോൺഗ്രസ് വിട്ടുനിന്നു. ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് കേരള കോൺഗ്രസ് ഭരിക്കുന്നത്. പ്രാദേശിക സഹകരണം ഒഴിവാക്കാൻ UDF ആവശ്യപ്പെട്ടിട്ടും കേരള കോൺഗ്രസ് തയ്യാറാകാത്തതാണ് തർക്കത്തിന് കാരണം. കേരള കോൺഗ്രസ് M വയനാട്ടിൽ ഇടതുമുന്നണിയെ സഹായിച്ചാൽ കോട്ടയത്ത് തിരിച്ചടിയുണ്ടാകുമെന്ന് ജേക്കബ് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ KM മാണി തയ്യാറാകണമെന്നും ജേക്കബ് വിഭാഗം ആവശ്യപ്പെടുന്നു. പ്രശ്നത്തിൽ UDF സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വയനാട് ജില്ലാ പ്രസിഡന്റ് MC സെബാസ്റ്റ്യനും ആവശ്യപ്പെട്ടു. വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇതുവരെ കേരള കോൺഗ്രസ് സഹകരിച്ചിട്ടില്ല എന്നതും ചർച്ചയാവുകയാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.